കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവ കൃപയിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമുക്ക് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 14 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. യേശു ഗലീല കടൽപ്പുറത്ത് വെച്ച് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ശിഷ്യന്മാരായി വിളിച്ചപ്പോൾ ഒരർത്ഥത്തിൽ ക്രിസ്തു സഭ ഭൂമിയിൽ ആവിർഭവിച്ചെങ്കിലും പെന്തക്കോസ്ത് ദിവസമാണ് സാധാരണയായി ക്രിസ്തു സഭയുടെ ജന്മദിവസമായി ഗണിച്ചു പോരുന്നത്. ക്രിസ്തു സഭയുടെ ഉത്ഭവം വിശ്വാസം, സ്നേഹം, പ്രാർത്ഥന എന്നീ 3 ഉപാധികളെ ആശ്രയിച്ചിരുന്നു. യേശു കർത്താവും മിശിഹായുമാണെന്നുള്ള വിശ്വാസം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 36-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു, 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം തന്നെ, എന്നതിൽ ആവിർഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അന്തർഭവിച്ചിരിക്കുന്ന ഐകമത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 3-ാമത് ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു, 1-ാം അധ്യായം 14-ാം വാക്യം. അതായത് സ്നേഹത്തിൽ നിന്ന് പുറപ്പെട്ട പ്രാർത്ഥന, ഇവയെല്ലാം കൂടി വിശ്വാസം, സ്നേഹം, പ്രാർത്ഥന ഇവയെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുകയും പത്രോസിന്റെ കേൾവിക്കാരിൽ 3000-ഓളം പേർ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ശിഷ്യന്മാരോടുകൂടെ ചേരുകയും ചെയ്തു. ആദിമ സഭയുടെ ലക്ഷണങ്ങൾ 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നതിന് അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് നൽകിയ ഉപദേശം എന്ന അർത്ഥമാണുള്ളത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ശരിയായ ഉപദേശം കൂടാതെ ക്രിസ്തു സഭ പുഷ്ടിപ്പെടുന്നതല്ല. പത്രോസ് യേശുവിനെ ദൈവപുത്രനായി വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തുവല്ലോ. ആ വിശ്വാസത്തിന്റെ പാറമേലാണ് ക്രിസ്തു സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ആ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ വിശ്വാസം വികസിക്കുകയും ദൃഢപ്പെടുകയും ചെയ്യും. അതോടുകൂടെ ക്രിസ്തീയ കൂട്ടായ്മയും സഭയുടെ പ്രധാന ലക്ഷണമായിരിക്കേണ്ടതാണ്. സാമൂഹ്യമായ കൂട്ടായ്മ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴും ഈ ക്രിസ്തീയ കൂട്ടായ്മയെക്കുറിച്ച് കൂടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്രിസ്തീയ കൂട്ടായ്മയുടെ ശോധന നിങ്ങൾ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ എന്ന പ്രമാണം നമ്മുടെ പണസഞ്ചിയെ സ്പർശിക്കുന്നുണ്ടോ എന്നതിൽ സ്ഥിതി ചെയ്യുന്നു. ആദിമസഭ ഇക്കാര്യത്തിൽ അതിശ്രേഷ്ഠമായ ഒരു ദൃഷ്ടാന്തം നമുക്ക് തന്നിരിക്കുന്നു. ഓരോരുത്തന് അവനവന്റെ ആവശ്യം പോലെ വീതിച്ചു കൊടുക്കുന്ന വിധത്തിൽ ക്രിസ്തീയ സഹോദരങ്ങളുടെ ഔദാര്യ ഫലമായ ഒരു പൊതുമുതൽ സ്വരൂപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ആധുനിക സഭകൾ ആദിമ സഭയുടെ നിലയിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ടത്രേ കമ്മ്യൂണിസ്റ്റ് കക്ഷികളുടെ ആദർശവും നയവും ക്രിസ്തീയ യുവജനങ്ങൾക്ക് പലപ്പോഴും ആകർഷകമായി തീരാറുള്ളത്. സകല മനുഷ്യരുടെയും ഭക്ഷണം, വസ്ത്രം ആദിയായ ശാരീരിക ആവശ്യങ്ങൾ നിറവേറുന്നതിനായി ക്രിസ്തു സഭയും ക്രിസ്ത്യാനികളും ബദ്ധശ്രദ്ധരായി തീരുന്ന കാലത്ത് മാത്രമേ ക്രിസ്തു സഭ മുതലാളികളുടെ സഖാവെന്നുള്ള ആരോപണം മറികടക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിൽ ധനം തുല്യമായി വിഭജിക്കാൻ സാധ്യമല്ല. അതിന് ശ്രമിക്കുന്നതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. എന്നാൽ എല്ലാവരും മനുഷ്യരാണെന്നും ആത്മാവിനെ പോലെ ശരീരത്തിനും ആവശ്യങ്ങൾ ഉണ്ടെന്നും ശരീരത്തിന് ചെയ്യുന്ന ഉദവി ആത്മീകമായ ശുശ്രൂഷയാണെന്നും നാം ഓർക്കേണ്ടതാണ്. വിധവമാരുടെ ഭക്ഷണ വിതരണത്തിന് ചുമതലപ്പെടുത്തിയവരുടെ യോഗ്യതകൾ എന്തെന്ന് സൂക്ഷിക്കുക. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ പുരുഷന്മാരെയാണ് സഭ ഇതിനായി നിയോഗിച്ചത്. ഇതിൽ നിന്ന് ഭക്ഷണമേശയിലെ ശുശ്രൂഷയും ആത്മീക ശുശ്രൂഷയുടെ ഒരു വകഭേദമായി ആദിമസഭ ഗണിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആത്മീകം, ലൗകികം എന്നിങ്ങനെ ജീവിതത്തെ രണ്ടായി വിഭജിക്കാതെ എന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ആത്മീകമായി ഗണിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗമനുസരിച്ച് ഞാൻ അവയെ ക്രമപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ഒരു സ്വയശോധന ഈ പകൽക്കാലം നമുക്കുണ്ടാവേണ്ടതാണ്. ആതുര ശുശ്രൂഷ ആത്മീക ശുശ്രൂഷയായി ഗണിക്കേണ്ടുന്നതിന്റെ ആവശ്യവും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. മനുഷ്യ ജീവിതത്തെ സ്പർശിച്ച് മനുഷ്യാത്മാവിനെ പുഷ്ടിപ്പെടുത്താൻ പ്രാപ്തിയുള്ള ഒന്നിനെയും പുച്ഛിച്ചു കളയാതെ അവയെ ദൈവനാമത്തിന്റെ മഹത്വത്തിനും മനുഷ്യരുടെ പ്രയോജനത്തിനുമായി ഉപയോഗിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
കർത്താവെ, കേൾക്കപ്പെട്ട ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ സമർപ്പണം സ്വീകരിക്കണം. തിരുനാമം സകലത്തിലും മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ